10ാം ക്ലാസ്സിലെ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ രണ്ടാമത്തെ യൂണിറ്റിലെ തേൻ എന്ന് പറയുന്ന ഒരു പാഠഭാഗവുമായിട്ടാണ് വന്നിരിക്കുന്നത്. സെമി കപ്ലനോഗുവിൻ്റെ ഒരു ടർക്കിഷ് സിനിമയായ ബാൽ അല്ലേ, അതിൻ്റെ മലയാളത്തിലെ നിരൂപണമായ തേൻ എന്ന് പറയുന്ന സിനിമയുടെ നിരൂപണമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൻ്റെ എന്തൊക്കെയാണ് ആ പാഠഭാഗം മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട വിഷയം എന്നൊന്ന് ആദ്യം നമുക്ക് കാണാം. നോക്കൂ, ഊഷ്മളമായ കുടുംബാന്തരീക്ഷത്തെയും ബന്ധങ്ങളെയും തീവ്രമായി ആവിഷ്കരിക്കുന്നു. അതാണ് പ്രധാനപ്പെട്ട പോയിന്റ് കേട്ടോ. തേനെന്ന് പറയുന്ന പാഠഭാഗം നമ്മൾ എടുക്കുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിൽ വരേണ്ട ഒരു കാര്യം ഇതാണ്. എന്താണ്? ഊഷ്മളമായ കുടുംബാന്തരീക്ഷത്തെയും ബന്ധങ്ങളുടെ തീവ്രതയെയും ആവിഷ്കരിക്കുന്ന ഒരു സിനിമയാണ് ബാൽ അഥവാ തേൻ എന്ന് പറയുന്ന സിനിമ അല്ലേ. മകൻ്റെ പരിമിതി മനസ്സിലാക്കി അവനോട് ചേർന്ന് നിൽക്കുന്ന പിതാവ്, അതൊരു വലിയ പോയിൻ്റാണ്. അപ്പോൾ തേൻ എന്ന് പറയുന്ന സിനിമ മുന്നോട്ട് വെക്കുന്ന പ്രധാന ആശയം എന്താണെന്ന് വെച്ചാൽ കുടുംബ ബന്ധങ്ങളുടെ ഊഷ്മളതയാണ്, ബന്ധങ്ങളുടെ തീവ്രതയാണ്. പിന്നെയോ മകൻ്റെ പരിമിതികൾ മനസ്സിലാക്കി അവനോട് ഇടപഴകുന്ന ഒരു അച്ഛൻ അല്ലേ. സംസാരിക്കാൻ വിക്കുള്ള യൂസഫ് എന്ന് പറയുന്ന മകനെ ചേർത്ത് പിടിച്ച് അവൻ്റെ മൃദുമന്ത്രണങ്ങളെപ്പോലും ഉൾക്കൊണ്ടുകൊണ്ട് അവന് മനസ്സിലാകത്തക്ക രീതിയിൽ മറുപടി പറഞ്ഞുകൊണ്ട് അവനെ ചേർത്ത് പിടിക്കുന്ന ഒരു പിതാവിനെ നമുക്ക് കാണാം. അതാണ് ആ സിനിമയുടെ മറ്റൊരു പ്രത്യേകത. പിന്നെയോ ഉൾക്കാട്ടിലെ മരങ്ങളെയും കിളികളെയും യൂസഫിന് പരിചയപ്പെടുത്തി കൊടുക്കുന്ന അച്ഛൻ. നോക്കൂ, മകനെ ചേർത്ത് പിടിക്കുന്നത്, കളിപ്പാട്ടം ഉണ്ടാക്കുന്നത്, അച്ഛൻ്റെ കിടപ്പുമുറിയുടെ തിരശ്ശീലക്കിടയിൽ നിന്നും കളിപ്പാട്ടങ്ങളുടെ യൂസഫ് പശ്ചാത്തപിക്കുന്നത്, അതേ കളിപ്പാട്ടം കൂട്ടുകാരനറിയാതെ അവൻ്റെ കിടക്കയിൽ കൊണ്ടുവെക്കുന്നത് അല്ലേ. തുടർന്ന് അങ്ങനെയുള്ള ഒരുപാട് സ്നേഹബന്ധങ്ങളുടെ അല്ലെങ്കിൽ ഒരു ഊഷ്മളമായ സ്നേഹത്തിൻ്റെ ആവിഷ്കാരം കൂടിയാണ് തേനെന്ന് പറയുന്നത്. പിന്നെ മാനവിക മൂല്യങ്ങളുടെ സംരക്ഷണം വേണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു സിനിമ കൂടിയാണ് തേൻ എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് സെമി കപ്ലനോഗുവിൻ്റെ ബാൽ എന്ന് പറയുന്ന സിനിമ മുന്നോട്ട് വെക്കുന്ന ആശയം എന്നും കൂടെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ആശയം ഏതാണ്? അച്ഛനും മകനും തമ്മിലുള്ള ആത്മബന്ധം കുടുംബജീവിതത്തിൻ്റെ തീവ്രതയും ഊഷ്മളതയുമാണ്. പരിമിതികളുള്ള മകനെ തിരിച്ചറിഞ്ഞുകൊണ്ട് സ്നേഹിക്കുന്ന പിതാവിൻ്റേതാണ്. മകൻ എപ്പോഴും പ്രകൃതിയോട് ചേർന്ന് നിന്നുകൊണ്ടുള്ള വിദ്യാഭ്യാസം കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന പിതാവാണ്. ദരിദ്രനെങ്കിലും സ്നേഹം കൊണ്ട് സമ്പന്നനായൊരു പിതാവാണ് യാക്കൂബ് എന്ന് പറയുന്ന കഥാപാത്രം. അപ്പോൾ ഇത്രയും പ്രാധാന്യമുള്ള ഒരു സിനിമ അല്ലേ. ഇത്രയും നിങ്ങൾ ആദ്യം മനസ്സിലാക്കി വെക്കുക. എന്നാലേ നമുക്ക് യൂസഫ്, യാക്കൂബ്, ഭാര്യ, മകൻ യൂസഫ് അല്ലേ, ഇത്രയും പേരാണ് അതിലെ പ്രധാന കഥാപാത്രങ്ങളായി മാറുന്നത്. വനത്തിൽ നിന്ന് തേൻ ശേഖരിച്ചു കൊണ്ട് ജീവിക്കുന്ന ഒരു കുടുംബമാണ്. അതൊക്കെ നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. അപ്പോൾ പാഠഭാഗത്തിൻ്റെ ആദ്യ ആശയം എന്താണെന്ന് എൻ്റെ കുഞ്ഞുമക്കൾക്ക് മനസ്സിലായോ? കുടുംബ ബന്ധങ്ങളുടെ ഊഷ്മളതയും തീവ്രതയും എന്താ പറയുക, മകൻ്റെ പരിമിതികൾ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു അച്ഛൻ്റെ ഇടപെടൽ, പ്രകൃതിയോട് ചേർന്ന് നിന്നുകൊണ്ട് തൻ്റെ മകൻ്റെ പഠനം പൂർത്തീകരിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന പിതാവ്, അവനെ ചേർത്ത് പിടിക്കുന്നു. ദരിദ്രനെങ്കിലും സമ്പന്നമായ സ്നേഹത്തിനുടമയായ ഒരു പിതാവ്. ഇത്രയും കാര്യങ്ങൾ തേനെന്ന് പറയുന്ന പാഠഭാഗം എടുക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം അല്ലേ. നിഴൽ ചാർത്തുകൾ നിറഞ്ഞ വന്യ നിശബ്ദതയിൽ പടുകൂറ്റൻ മരങ്ങൾക്കിടയിലൂടെ തൻ്റെ കുതിരയുമായി അലഞ്ഞു നടന്നു വരുന്ന ഗ്രാമീണനായ യാക്കൂബിലാണ് സെമി കപ്ലനോഗ്ലു സംവിധാനം ചെയ്ത 2010 പുറത്തിറങ്ങിയ തേൻ എന്ന ടർക്കിഷ് സിനിമ ആരംഭിക്കുന്നത്. അങ്ങനെയാണ് ആരംഭിക്കുന്നത്. കിഴക്കൻ അതിർത്തിയിലെ വനങ്ങൾ നിറഞ്ഞ മലഞ്ചെരുവുകളിലൊന്നിലെ പിന്നോക്ക ഗ്രാമക്കാരനാണ് അയാൾ. കരടികൾ കട്ടെടുക്കുന്നതിനാൽ വൻമരങ്ങളുടെ മേൽച്ചില്ലകളിലാണ് തേൻകൂടുകൾ സ്ഥാപിക്കുന്നത്. അതിൽ നിന്നുള്ള വരുമാനം കൊണ്ടാണ് കുടുംബം പുലർത്തുന്നത്. യുവതിയായ ഭാര്യയും 6 വയസ്സുകാരെ യൂസഫും എന്ന മകനുമാണ് അയാൾക്കുള്ളത്. കാട്ടിനുള്ളിൽ ഇന്നും യാക്കൂബ് വന്നിരിക്കുന്നത് തേൻ തേടിയാണ്. മരക്കൊമ്പുകളിലൊന്നിൽ നീളൻ കയർ എറിഞ്ഞു കുടുക്കി അത് പിടിച്ച് കയറുകയാണ് അയാൾ. മുകളിലെത്തും മുമ്പ് കമ്പ് പാതി അടർന്ന് യാക്കൂബ് താഴേക്ക് വീഴുകയാണ്. ഇടയ്ക്കങ്ങോ തടഞ്ഞ കയറിൽ തൂങ്ങി മരണത്തിനും ജീവിതത്തിനുമിടയിൽ ആടി നിൽക്കുന്ന യാക്കൂബിൻ്റെ മുഖത്തിൻ്റെ സമീപ ദൃശ്യം, ക്ലോസ് ഷോട്ട്, അതാണ് സമീപ ദൃശ്യം. നമ്മുടെ ഹൃദയമിടിപ്പ് കൂട്ടുക തന്നെ ചെയ്യും. മരക്കൊമ്പ് അടരുന്ന ശബ്ദത്തോടെ ദൃശ്യം ഇരുട്ടിലേക്ക് മാഞ്ഞ് ടൈറ്റിലുകൾ തെളിയുന്നു. അതാണ് ആ സിനിമ തുടങ്ങുന്നത്. അങ്ങനെയാണ് വലിയ മരങ്ങൾക്ക് മുകളിൽ കയറ് കെട്ടി അതിൽ തൂങ്ങിപ്പോയി മേൽച്ചില്ലകളിൽ തേൻകൂടുകൾ സ്ഥാപിച്ച് അവിടെ നിന്നും തേൻ ശേഖരിക്കണം. കാരണം കരടി താഴെ വെച്ച് കഴിഞ്ഞാൽ കരടിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട
വസ്തുക്കളിലൊന്നാണ് തേൻ. അത് കവർന്നെടുക്കും. അപ്പോൾ ആ കവർന്നെടുക്കുമെന്ന് ഉള്ളത് കൊണ്ട് തന്നെ എന്ത് ചെയ്തു, അത് കെട്ടാൻ വേണ്ടി പോയി. അപ്പോഴാണ് പാതി വഴിക്ക് വെച്ച് ചില്ല ഒടിഞ്ഞ് താഴേക്ക് വീഴുന്നത് അയാൾ. ആ താഴേക്ക് വീഴുന്നത് കാണിച്ചുകൊണ്ട് അയാളുടെ സമീപ ഒരു മരക്കൊമ്പിൽ കുടുങ്ങിക്കിടക്കുന്ന അയാളുടെ സമീപ ദൃശ്യം ക്ലോസ് ഷോട്ട് അവതരിപ്പിച്ചുകൊണ്ട് ഒരു കമ്പൊടിഞ്ഞ് വീഴുന്ന വീണ്ടും ശബ്ദം കാണിച്ചുകൊണ്ട് ഫെയ്ഡ് ഔട്ടായി ബ്ലാക്കിൽ ലെറ്റേഴ്സ് വരുന്നതാണ് ആ സിനിമ തുടങ്ങുന്നത്. അല്ലേ? പുലർച്ചെ ഉറക്കത്തിൽ നിന്ന് സ്വപ്നം കണ്ടുണരുന്ന യൂസഫ് കിടക്കയിൽ പാതി മയക്കത്തിലുള്ള അച്ഛനോട് കണ്ട സ്വപ്നം വിശദീകരിക്കാൻ തുടങ്ങുമ്പോൾ അച്ഛൻ വിലക്കുന്നു. സ്വപ്നങ്ങളൊന്നും ഉറക്കെ പറയാൻ പാടില്ല, അവ അലിഞ്ഞലിഞ്ഞില്ലാതെയായി പോകും. യൂസഫ് തൻ്റെ അച്ഛൻ്റെ കാതിൽ സ്വപ്നം മന്ത്രിക്കുന്നതാണ് നമ്മൾ പിന്നെ കാണുന്നത്. അവൻ കണ്ട സ്വപ്നം എന്താണെന്ന് നമ്മളും കേൾക്കുന്നില്ല. സംസാരിക്കുമ്പോൾ വിക്കുള്ള യൂസഫ്, അതുകൊണ്ട് തന്നെ ലജ്ജാലുവും അന്തർമുഖനുമാണ്. അല്ലേ? തന്നിലേക്ക് തന്നെ ഉൾവലിഞ്ഞ സ്വഭാവക്കാരൻ. വിക്കുള്ളത് കൊണ്ട് സമൂഹത്തിനോട് മനസ്സ് തുറക്കാൻ മടി കാണിച്ചിരുന്ന യൂസഫ് പലപ്പോഴും തന്നിലേക്ക് തന്നെ ചുരുങ്ങിപ്പോകുന്ന ഒരു പ്രകൃതക്കാരനായിരുന്നു. ക്ലാസ്സിൽ പാഠങ്ങൾ ഉറക്കെ വായിക്കാൻ അവന് ഒരിക്കലും സാധിക്കുന്നില്ല. ഒരു വാക്കിനപ്പുറം അവന് പറയാനാവുന്നില്ല. പക്ഷേ അച്ഛൻ അവനുമായി സംസാരിക്കാനുള്ള മാർഗം കണ്ടെത്തി കഴിഞ്ഞു. വളരെ പതുക്കെ മന്ത്രണം പോലെ സംസാരിക്കുക. വേറെ ആരോടും യൂസഫ് സംസാരിക്കുന്നില്ല. അതാണ് ആ അച്ഛൻ്റെ യാക്കൂബ് എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതാണ് മക്കളെ, തൻ്റെ മകൻ്റെ പരിമിതി എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അവൻ ആശ്വാസം പകരുന്ന വിധത്തിൽ അവനോട് സംസാരിച്ച് താനൊരു പരിമിതിയുള്ളവനാണ് എന്ന ചിന്ത ഇല്ലാതെയാക്കാൻ ആർക്ക് സാധിക്കുന്നുണ്ട്? യാക്കൂബിന് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് തേൻ എന്ന സിനിമയെ ഏറ്റവും നല്ല സിനിമയാക്കി മാറ്റുന്നത്. അല്ലേ? വേറെ അമ്മയോട് പോലും ഈ ലോകത്തിൽ അവനെ തിരിച്ചറിഞ്ഞ ഒരേ ആളേ ഉള്ളൂ, അത് അവൻ്റെ അച്ഛനാണ്. സ്കൂളിൽ അവന് കൂട്ടുകാരില്ല. പോകുന്നതും വരുന്നതും തനിച്ചാണ്. ചിലപ്പോൾ അച്ഛൻ്റെ പരുന്ത് മരച്ചില്ലകളിലൂടെ പറന്ന് അവന് വഴിക്കൂട്ട് കൂടും. അപ്പം പരുന്ത് പ്രകൃതിയോട് ചേർന്ന് നിന്നുകൊണ്ടാണ് യൂസഫ് എന്ന് പറയുന്ന കൊച്ചു മിടുക്കൻ അല്ലെങ്കിൽ കൊച്ചു ബാലൻ ജീവിക്കുന്നത്. അവൻ ആകെ സംസാരിക്കുന്ന അവൻ്റെ അച്ഛനോട് മാത്രമാണ്. കാരണം എന്താ? ഒരു വാക്ക് കഷ്ടിച്ച് ഉച്ചരിക്കാൻ അവന് സാധിക്കില്ല. കാരണം അത്രമേൽ വിക്കുണ്ട്. അല്ലെ? വിക്കെന്ന് പറഞ്ഞാൽ അസ്വസ്ഥമാണ്. ചില വാക്കല്ലേ, ചില വിക്കന്മാരെ കണ്ടിട്ടുണ്ടോ മക്കള്? അത് ഇങ്ങനെ വല്ലാത്ത അസ്വസ്ഥരാകും അവര്. അത് ക്ഷമയോട് കൂടി കേൾക്കാൻ പറ്റിയാൽ മാത്രമേ അവർ സാറ്റിസ്ഫൈഡ് ആവൂ. നിങ്ങളൊന്നും അങ്ങനെ വിക്കുള്ള ആൾ നിങ്ങൾ മോനെ കാര്യങ്ങളൊക്കെ എന്ന് പറയുന്ന സമയത്ത് ഒന്നും കൃത്യമായി പറയണോ എന്ന് പറഞ്ഞു നോക്കൂ, അടി കിട്ടും നമുക്ക്. അത്ര അസ്വസ്ഥരാവർ. കാരണം എന്താ? ആശയവിനിമയം നടത്താൻ സാധിക്കാതെ വരുന്നതാണ് ഒരാളുടെ ഏറ്റവും വലിയ പ്രയാസം. ആ പ്രയാസം അവൻ ഇല്ലാതാക്കി കൊടുത്ത അവൻ്റെ പിതാവാണെന്ന് എൻ്റെ മക്കൾ ഓർത്ത് വെക്കണം. തേനെന്ന സിനിമയുടെ ഏറ്റവും നല്ല മുഹൂർത്തം എന്ന് പറയുന്നതും അത് തന്നെയാണ്. അല്ലേ? വൃത്തിയായി പാഠം വായിക്കുന്നവർക്ക് നൽകുന്ന ബാഡ്ജുകൾ ഇട്ടുവെച്ചിരിക്കുന്ന സ്ഫടികപാത്രത്തിലേക്ക് യൂസഫ് നോക്കിയിരിക്കാറുണ്ട്. അവനറിയാം അത് അണിയാൻ ഒരു നാളും അവന് കഴിയില്ല. അല്ലേ? ഒരു നാൾ പോലും അത് കഴിയില്ല. കാരണം എന്താ? സ്ഫുടമായി കണ്ടിന്യൂസായി സ്പോണ്ടേനിയസായി വായിക്കുന്നവർക്ക് മാത്രമേ എന്ത് കിട്ടുകയുള്ളൂ? ആ ബാഡ്ജ് കിട്ടുകയുള്ളൂ. തുടർച്ചയായി തെറ്റാതെ നിരന്തരം വായിക്കുന്നവർക്കുള്ളതാണ്. അല്ലേ? അപ്പം ഒഴിവു സമയങ്ങളിൽ മറ്റു കുട്ടികൾ മുറ്റത്തോടി കളിക്കുമ്പോൾ യൂസഫ് സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് ദൂരേക്ക് നീലമലകളിലേക്ക് നോക്കി ജനാലയ്ക്കരികിൽ ഇരിക്കും. മരപ്പലകകൾ കൊണ്ട് തേൻകൂടുകൾ പണിയുന്ന അച്ഛൻ പണിപ്പുര ഒരു നാൾ അവൻ ഒരു തടിക്കഷ്ണം ചെത്തിയൊരുക്കിയത് കാണുന്നു. ഒരു കളിപ്പാട്ടം പോലും സ്വന്തമായില്ലാത്ത യൂസഫിന് ഒരു വഞ്ചി രൂപം ഇഷ്ടമായി. പിന്നീട് പലപ്പോഴായി ആ തടിക്കഷ്ണം ഒരു പായ്വഞ്ചിയായി മാറിക്കൊണ്ടിരിക്കുന്നത് അവൻ അറിയുന്നുണ്ട്. അല്ലേ? പക്ഷേ ഒരു ദിവസം അച്ഛൻ്റെ സുഹൃത്തിൻ്റെ മകൻ അത് നൽകിയതായി അവന് തോന്നി. വിഷമത്തോടെ അവൻ അച്ഛനോട് ആ വഞ്ചി എവിടെയെന്ന് ചോദിച്ചു. അത് കടലിലേക്ക് ഒഴുകിപ്പോയി കാണും എന്ന മറുപടി അവനെ ചൊടിപ്പിക്കുന്നു. ഈ ദേഷ്യം അവൻ ക്ലാസ്സിൽ വെച്ച് അടുത്തിരിക്കുന്ന ഹംദിയോട് പ്രകടിപ്പിക്കുന്ന അവൻ്റെ ഗൃഹപാഠ പുസ്തകം മറച്ചു വെച്ചുകൊണ്ടാണ്. കാരണം അച്ഛൻ തനിക്ക് വേണ്ടി നിർമ്മിച്ചൊരു പായ്ക്കപ്പൽ അല്ലെങ്കിൽ പായ് വഞ്ചി അത് അവന് കൊടുത്തിട്ടുണ്ടാകുമെന്ന തെറ്റിദ്ധാരണയിലാണ് ഹംദിയെ എന്ത് ചെയ്യുന്നത്? അവൻ ഗൃഹപാഠ പുസ്തകം, ഹോംവർക്കിൻ്റെ പുസ്തകം എന്ത് ചെയ്യുന്നത്? മറച്ചു വെക്കുന്നത്. അച്ഛനും മകനും തമ്മിൽ അസാധാരണമായ ഒരു അടുപ്പമുണ്ട്.
നേരത്തെ സ്വകാര്യം പറച്ചിലൂടെയും ചേർന്നുള്ള യാത്രകളിലൂടെയും അത് കൂടുതൽ സുദൃഢമാകുന്നു, അല്ലെ? ഉറപ്പുള്ള ബന്ധമാണ് അവർ തമ്മിൽ. മലഞ്ചെരുവിലെ പൂക്കളെയും മരങ്ങളെയും എല്ലാം യൂസഫിന് പരിചയപ്പെടുത്തുന്നുണ്ട് യാക്കൂബ്. ഇലച്ചാർത്തുകളിൽ കാറ്റിളക്കങ്ങളുടെ മർമ്മരവും കാട്ടുപക്ഷികളുടെ വിളികളും മാത്രമേ പശ്ചാത്തലത്തിലുള്ളൂ. യാതൊരുവിധ സംഗീതവും ഇഫക്റ്റുകളും സിനിമയിൽ ഉപയോഗിക്കുന്നില്ല. കലർപ്പില്ലാത്ത ശുദ്ധ സംഗീതമാണ്. അതാണ് ആ സിനിമയുടെ മറ്റൊരു പ്രത്യേകത. തേൻ എന്ന് പറയുന്ന സിനിമയെ വ്യത്യസ്തമാക്കുന്ന രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് എന്താ പറയുക, യാന്ത്രികമായ അല്ലെങ്കിൽ മറ്റുള്ള സൗണ്ട് എഫക്റ്റുകളോ മ്യൂസിക്കുകളോ അതിനില്ല. പ്രകൃതിയുടെ നേരിട്ടുള്ള മ്യൂസിക്കുകൾ മാത്രമാണ് അതിൽ. ഇത് ശുദ്ധ ദൃശ്യങ്ങൾ മാത്രം. വൻമരത്തിന് മുകളിൽ കയറി നിൽക്കുന്ന യാക്കോബിന് തേനെടുക്കാൻ വേണ്ട സൗകര്യമൊരുക്കുന്നത് മകനാണ്. ഒരിക്കൽ ഇത്തരമൊരു യാത്രക്കിടയിൽ അപസ്മാര രോഗം വന്ന യാക്കൂബ് നിലത്ത് വീണ് പിടയുന്നുണ്ട്. കാടിൻ്റെ ഏകാന്തതയിൽ അബോധാവസ്ഥയുള്ള അച്ഛൻ കൂട്ടിരിക്കുന്ന പാവം യൂസഫാണ്. അവരുടെ ആത്മബന്ധത്തിൻ്റെ മറ്റൊരു ഭാഗമാണ് അതൊക്കെ. തേൻ ക്ഷാമം രൂക്ഷമായിരിക്കുന്നു. തേനീച്ചകളെല്ലാം എങ്ങോട്ടോ പറന്നു പോകുന്നു എന്ന് യാക്കോബ് എവിടേക്കാണ് പറന്നു പോകുന്നതെന്ന് അത്ഭുതപ്പെടുന്നു. തേൻ തേടി വിദൂര വനാന്തർഭാഗം ദൂരെയുള്ള കാടിനകത്തേക്ക്, കാടിൻ്റെ ഉൾഭാഗത്തേക്ക് ഒരു നാൾ അയാൾ യാത്ര പോവുകയാണ്. അച്ഛൻ പോയതിനു ശേഷം എപ്പോഴും ഭക്ഷണം കഴിക്കാൻ മടി കാണിക്കുന്ന ആളാണ് യൂസഫ്. അതിന് പലപ്പോഴും അമ്മ ശകാരിക്കാറുണ്ട്. ആ അമ്മയുടെ ശകാരത്തിൽ നിന്നും അവനെ രക്ഷിക്കുന്ന പലപ്പോഴും യാക്കൂബായിരുന്നു. എങ്ങനെ? അവന് വെച്ചിരിക്കുന്ന പാലൊക്കെ യാക്കൂബ് തന്നെ എടുത്തു കുടിച്ച് മകനെ രക്ഷിക്കും. പക്ഷേ അച്ഛൻ നഷ്ടപ്പെട്ടതോടുകൂടി, അല്ലെങ്കിൽ അച്ഛനെ കാണാതായതോടുകൂടി മകൻ ആ ഒരു ഭക്ഷണം കഴിക്കുന്നതിലെ അലസത ഒഴിവാക്കി അമ്മയെ സഹായിക്കാൻ തീരുമാനിച്ചു, അല്ലേ? അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നു. മാത്രമല്ല, ഒരിക്കൽ ആ പായ്വഞ്ചി അച്ഛൻ്റെ മുറിയിൽ നിന്നും കിട്ടുന്നതോടുകൂടി ഹംദിയെ താൻ ശകാരിച്ചത് അല്ലെങ്കിൽ താൻ ചതിച്ചത് ശരിയായില്ലെന്ന് തോന്നിയിട്ട് അത് അവൻ്റെ വീട്ടിൽ തന്നെ കൊണ്ടുവെക്കുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് മുഴുവൻ ഞാൻ വായിക്കുന്നില്ല മക്കളെ. അങ്ങനെ ആ ഒരു യൂസഫിൻ്റെയും യാക്കൂബിൻ്റെയും ജീവിതത്തിലൂടെ കടന്നു പോകുന്ന പാഠഭാഗം. അങ്ങനെ ഒരിക്കൽ യാക്കൂബിനെ കാണുന്നില്ല, വനാന്തർ ഭാഗത്ത് കിടക്കുന്നത് കണ്ടു എന്ന് പലരും പറഞ്ഞിട്ട് വീടാകെ അസ്വസ്ഥമാകുന്ന സമയത്ത് അവൻ സ്കൂളിലാണുള്ളത്, അല്ലേ? അന്ന് ആദ്യമായി അധ്യാപകൻ അവനെ കൊണ്ട് എന്ത് ചെയ്യിപ്പിക്കുന്നു? അവനെ കൊണ്ട് വായിപ്പിക്കുകയും അവന് ബാഡ്ജ് കൊടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ തൻ്റെ അച്ഛനെ കാണാനില്ല എന്നുള്ള വാർത്ത അവനെ അസ്വസ്ഥനാക്കുന്നു. അവൻ അവൻ്റെ കൂടെ പറക്കുന്നുണ്ട്, അല്ലേ? അവൻ വനാന്തർ ഭാഗത്തേക്ക് ഓടിപ്പോവുകയും അവസാനം ഒരു മരത്തിൻ്റെ വേരിനടുത്ത് ഗർഭപാത്രത്തിൽ ശിശു കിടക്കുന്ന പോലെ അവൻ കിടന്നുറങ്ങുകയും ചെയ്യുന്ന ഒരു ഷോട്ട് കാണിച്ചുകൊണ്ടാണ് ആ സിനിമ അവസാനിപ്പിക്കുന്നത് എന്നാണ് പറയുന്നത്, അല്ലേ? അങ്ങനെ അവസാനിപ്പിക്കുന്ന സമയത്ത് അവിടെ നോക്കൂ, നമ്മെ അതിഭൗതികമായ ഒരു സ്വപ്ന പരിസരത്ത് എത്തിക്കുകയും ഏറെ നാൾ പിന്തുടരുകയും ചെയ്യും തീർച്ച, അല്ലെ? കൃത്രിമ സംഗീതത്തിൻ്റെ വെച്ചുകെട്ടലുകൾ പോലും ശുദ്ധ സിനിമയ്ക്ക് അനാവശ്യമാണെന്ന് ഈ സിനിമ പ്രഖ്യാപിക്കുന്നു. പ്രകൃതിയുമായി ഇണങ്ങിയ ഒരു മന്ദതാളവും നിശബ്ദതയുടെ സംഗീതവും സൗന്ദര്യവും ഭൂപ്രകൃതിയുടെ വന്യതയിലേക്കുള്ള നിറഞ്ഞു നിൽക്കുന്ന ശാന്തസ്പർശവും നമ്മെ അതിഭൗതികമായ ഒരു തലത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഇതാണ് ആ സിനിമ. ഇനി അച്ഛനും മകനും തമ്മിലുള്ള ആത്മബന്ധം ഓരോന്ന് ഞാൻ പറയാം, മക്കൾ നോക്കാം. കുടുംബത്തിൻ്റെ സവിശേഷത നമ്മൾ കണ്ടു, അച്ഛനും മകനും തമ്മിലുള്ള ബന്ധം നമ്മൾ കണ്ടു. ഇനി ആസ്വാദനക്കുറിപ്പ്. സിനിമയിലെ പ്രമേയം, കഥാപാത്രങ്ങളുടെ സവിശേഷതകൾ, ദൃശ്യ ശബ്ദ സന്നിവേശത്തിൻ്റെ പ്രത്യേകതകൾ, പശ്ചാത്തല സംഗീതവും ദൃശ്യങ്ങളും, സിനിമയിലെ സംഭാഷണത്തിൻ്റെ പ്രത്യേകതകൾ, സിനിമ നിർവഹിക്കുന്ന സാമൂഹ്യ ധർമ്മം, സാങ്കേതിക മികവുകൾ, ഷോട്ടുകൾ, ഫ്രെയിമുകൾ, വെളിച്ചം, ശബ്ദം, ഇവയെല്ലാം ചേർത്ത് വെച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കേണ്ടത്. ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാൻ ഒരു ചോദ്യം എൻ്റെ കുഞ്ഞുമക്കളോട് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഇനി സ്വഭാവ സവിശേഷത യൂസഫിൻ്റെ സ്വഭാവത്തിൻ്റെ എന്തൊക്കെ പ്രത്യേകതയാണ് നമ്മൾ കാണാൻ പോകുന്നത്? അന്തർമുഖനാണ്. ഓർത്ത് വെക്കണേ, യൂസഫ് എന്ന് പറയുന്ന കഥാപാത്രം അന്തർമുഖനാണ്. ആത്മവിശ്വാസക്കുറവുണ്ട്. അതിന് കാരണം എന്താണ്? തൻ്റെ പരിമിതിയാണ്, അല്ലെ? ആത്മവിശ്വാസക്കുറവുണ്ട്. മറ്റുള്ളവരോട് ഇടപഴകാനുള്ള മടിയുണ്ട്. തനിച്ചിരിക്കാനുള്ള ആഗ്രഹമുള്ള കുട്ടിയാണ്. അച്ഛനോടുള്ള ആത്മബന്ധം, സ്നേഹം, സ്വപ്നങ്ങളിൽ അഭിരമിക്കുന്ന കുട്ടിയാണ് അവൻ, അല്ലെ? എപ്പോഴും സ്വപ്നങ്ങളുടെ പിന്നാലെയാണ് അവൻ യാത്ര പോകുന്നത്.
പഠന പിന്നോക്കം നിൽക്കുന്നു, പ്രകൃതിയോടുള്ള ഇണക്കം. ഇത്രയും പ്രത്യേകതയാണ് യൂസഫ് എന്ന് പറയുന്ന കഥാപാത്രത്തിനുള്ളത്. ഒന്നുകൂടെ പറയാം സാർ, ഒന്നുകൂടെ ശ്രദ്ധിച്ചിരിക്കുക. അന്തർമുഖനാണ്, തന്നിലേക്ക് തന്നെ ഉൾവലിഞ്ഞ ഒരു കഥാപാത്രമാണ് അവൻ. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് അവൻ്റെ അസുഖമാണ്. അസുഖം മീൻസ് സംസാരിക്കാനുള്ള കഴിവിൻ്റെ ശേഷിക്കുറവാണ് അവൻ്റെ കാരണം. പിന്നെ ആത്മവിശ്വാസക്കുറവുണ്ട്, അതിനും കാരണം എന്ത് തന്നെയാണ്, തൻ്റെ സംസാരിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. പിന്നെ മറ്റുള്ളവരോട് ഇടപഴകാനുള്ള മടിയുണ്ട്, അതിൻ്റെയും കാരണം എന്ത് തന്നെയാണ്, തൻ്റെ സംസാരശേഷിയുടെ കുറവാണ്. തനിച്ചിരിക്കാനും സ്വപ്നം കാണുവാനും ഇഷ്ടമുള്ള ആളാണ്. അവൻ ഏറ്റവും കൂടുതൽ ഇണങ്ങി നിന്നിരുന്ന അവൻ്റെ പിതാവിനോട് മാത്രമാണ്, സംസാരിക്കുക കൂടി ചെയ്തിരുന്നത് തൻ്റെ പിതാവിനോടാണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. ഇനി ആ സിനിമ മുന്നോട്ട് വെക്കുന്ന സാമൂഹിക ധർമ്മം എന്തൊക്കെയാണെന്ന് നോക്കാം മക്കളെ. പ്രകൃതി മനുഷ്യൻ തമ്മിലുള്ള ബന്ധം, അല്ലെ, പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ഒരു ആത്മബന്ധം ഉണ്ടാകണമെന്ന ഒരു സന്ദേശം ആ സിനിമ നമുക്ക് നൽകുന്നുണ്ട്. വ്യക്തിബന്ധങ്ങളുടെ ഇഴയടുപ്പം, അല്ലെ, വ്യക്തിബന്ധങ്ങളുടെ അടുപ്പം നമ്മെ സൂചിപ്പിക്കുന്ന, പ്രത്യേകിച്ച് ഒരു അച്ഛനും മകനും തമ്മിലുള്ള ആത്മബന്ധം കൃത്യമായി അവതരിപ്പിക്കുന്നുണ്ട്. പിന്നെ ഉൾച്ചേർന്ന വിദ്യാഭ്യാസം, പ്രകൃതിയും മനുഷ്യനും എല്ലാം ഉൾച്ചേരുമ്പോഴാണ് യഥാർത്ഥ വിദ്യാഭ്യാസം സാധ്യമാകുന്നത്. പ്രകൃതിയെക്കുറിച്ച് പാഠപുസ്തകത്തിൽ പഠിക്കുന്നതിനേക്കാൾ എത്രയോ എളുപ്പമാണ് പ്രകൃതിയോട് ചേർന്ന് നിന്നുകൊണ്ട് അതിൻ്റെ ചലനങ്ങളും ചലന വ്യത്യാസങ്ങളും മനസ്സിലാക്കി ജീവിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്ന വലിയൊരു സന്ദേശം നമുക്ക് നൽകുന്ന സിനിമയാണത്. കുടുംബത്തോടുള്ള പ്രതിബദ്ധത, സാമ്പത്തിക ഭദ്രത, പിന്നെ മാധ്യമധർമ്മം, സിനിമ നിർവഹിക്കേണ്ട ചില ധർമ്മങ്ങളുണ്ട്. ആ ധർമ്മങ്ങളിൽ അധിഷ്ഠിതമായി കൊണ്ട് തന്നെ സിനിമ മുന്നോട്ട് പോകണമെന്ന വിശ്വസിക്കുന്ന ഒരു ഇതാണ്. പിന്നെ യൂസഫിനെ പോലുള്ള സഹപാഠിയും ഉണ്ടെങ്കിൽ, അല്ലേ, വ്യത്യാസം വരാതെ ഒറ്റവാക്യമാക്കാനാണ്, അതൊക്കെ വേണമെന്നില്ല. ഇത്രയൊക്കെയാണ് ഇതിൽ നിങ്ങൾക്ക് വരുന്ന പ്രധാനപ്പെട്ട ചോദ്യം. അപ്പോൾ യൂസഫ് കഥാപാത്രം, സാമൂഹിക അവസ്ഥ, കുടുംബ ഭദ്രത, സിനിമ മുന്നോട്ട് വെക്കുന്ന ആശയതലം, ഇതൊക്കെ കൃത്യമായി എൻ്റെ മക്കൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഓക്കെ, തേൻ എന്ന സിനിമയിലെ പ്രമേയം, കഥാപാത്രം എന്നിവ കണ്ടെത്തി അവതരിപ്പിക്കുക നമ്മൾ കണ്ടതാണ്. ഈ ലോകത്തിൽ അവനെ തിരിച്ചറിഞ്ഞ ഒരേ ഒരാളേ ഉള്ളൂ, അത് അവൻ്റെ അച്ഛനാണ്. അച്ഛനും മകനും നമ്മൾ ആത്മബന്ധം ആവിഷ്കരിച്ചതിൻ്റെ സവിശേഷത അത് ഞാനിവിടെ ഇപ്പോൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. അച്ഛനും മകനും തമ്മിലുള്ള ആത്മബന്ധം, അത് തീവ്രമായൊരു ആത്മബന്ധം അവിടെ അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. സ്കൂളിൽ അവന് പ്രത്യേകിച്ച് കൂട്ടുകാരില്ല. അതിനൊക്കെ കാരണം അവൻ്റെ ഈ ഒരു മാനസിക പ്രശ്നമാണ്. അവന് സംസാരത്തിലുണ്ടാകുന്ന ചില പ്രയാസങ്ങളാണ് അവനെ ഇത്തരത്തിലുള്ള ചിന്തയിലേക്ക് നയിക്കുന്നത്. സ്കൂളിലെ ചലച്ചിത്രമേള അത് വേണമെന്നില്ല. ഇനി തലക്കെട്ടിൻ്റെ ഔചിത്യം ഓർത്ത് വെക്കണേ മക്കൾ. ഇതൊക്കെ ഒന്ന് പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ചാൽ കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. യാക്കൂബിൻ്റെ ഉപജീവന മാർഗമാണ് തേൻ, അതുകൊണ്ട് ആ ശീർഷകം പ്രധാനമാണ്. പിന്നെയോ മധുരമുള്ള ഓർമ്മകൾ, അച്ഛനും മകനും തമ്മിലുള്ള മധുരമുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കുന്നതാണ്. കുടുംബത്തിൻ്റെ നിലനിൽപ്പ്, തേനുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ആ കുടുംബത്തിൻ്റെ നിലനിൽപ്പുള്ളത്. കാരണം അദ്ദേഹം തേൻ വിറ്റ് ജീവിക്കുന്ന വ്യക്തിയാണ്. പ്രകൃതിയിലെ പരിശുദ്ധ വസ്തു, തേനെന്ന് പറഞ്ഞാൽ പ്രകൃതിയിലെ ഏറ്റവും ശുദ്ധമായൊരു വസ്തുവാണ് എന്നുള്ള സൂചന. സിനിമയുടെ പശ്ചാത്തലവും തേനുമായി ബന്ധപ്പെട്ടതാണ്. കയ്പുള്ള അനുഭവം, അല്ലേ, തേൻ എന്ന സിനിമ മധുരിക്കുന്നതാണെങ്കിൽ ചില കയ്പുള്ള ഓർമ്മകളുണ്ട്. അച്ഛൻ്റെ തിരോധാനം, അച്ഛനെ കാണാതിരിക്കുന്നത് യൂസഫിനെയും അമ്മയെയും സംബന്ധിച്ചിടത്തോളം അതിതീവ്രമായ ദുഃഖം, കയ്പ് സമ്മാനിക്കുന്നതാണ് എന്നുള്ള സൂചന. പിന്നെ അതാണ് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഇതിൽ നിന്നും വരാനുള്ളത്. ഓക്കെ ആണോ മക്കളെ? ഇത്രയൊക്കെയാണ് ഇതിലുള്ളത്. മക്കൾക്ക് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത യൂണിറ്റുമായി വീണ്ടും കാണാം മക്കളെ.